ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കപ്പിന് പോകുന്നത്. അതായത് സ്കിന്നിനൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ കാര്യത്തിന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറേ കമൻറ്റ് വന്നിട്ടും ഉണ്ടായിരുന്നു. ചേച്ചി വേറെ മാറി കാണിച്ച് നോക്ക്, വേറെ ഹോസ്പിറ്റലിൽ കാണിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്തവരോടൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആഫ്റ്റർ 1 മന്ത് കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പാണ്. എന്നോട് പറഞ്ഞിരുന്നത് ആഫ്റ്റർ 1 മന്ത് കഴിഞ്ഞിട്ട് വാ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മെഡിസിൻ ചേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1 മന്ത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് ടോക്കൺ നമ്പർ 28 ആയിരുന്നു കിട്ടിയിരുന്നത്. ഇത്തിരി നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. പിന്നെ 28 ആയതുകൊണ്ടൊരു ബുദ്ധിമുട്ട്. പിന്നെ പെട്ടെന്ന് ഓൺ ടൈമൊക്കെ പലരും വരാതിരിക്കും. അതുകൊണ്ട് നേരത്തെ തിരിച്ച് വരാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും അമ്മയും നേരത്തെ തന്നെ പോയി. കറക്റ്റ് 2:50 ആയപ്പം ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ 3 മണി തൊട്ട് 4:30 വരെ ഉള്ളൂ താനും. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല അവിടെ. ഒരു 3 മണി 3:10 ആയപ്പോഴത്തേന് നിറയെ ആളായി. ഇഷ്ടംമാതിരിയായി. ടോക്കൺ നമ്പറൊക്കെ 60 വരെ പോയിട്ടുണ്ട്. ഈ 1.5 മണിക്കൂർ കൊണ്ട് ഡോക്ടർ എങ്ങനെ ഇത്രയും പേരെ നോക്കുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. പിന്നെ ബസ്സൊക്കെ കയറി ഓട്ടോ പിടിച്ചു. നടന്നു പോകാനുള്ളതേ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ കൂടെ. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയാൽ 30 രൂപ. പിന്നെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഓൺലൈനുണ്ടെങ്കിലും എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ നടക്കാൻ നിന്നില്ല. ഞാൻ ഓട്ടോ വിളിച്ച് നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോയിൻമെൻ്റൊക്കെ കാണിച്ചു, ഫിക്സ് ചെയ്ത് ഫയലെടുത്തു. അങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ ഡോക്ടർ ഓൺ ടൈമിൽ തന്നെ എത്തി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കറക്റ്റ് സമയമായപ്പോഴത്തേനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ടോക്കൺ നമ്പർ അനുസരിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുന്നിരുന്നൊന്ന് മുഷിഞ്ഞു പാട് വന്നു. അവസാനം ഇരുന്നിരുന്ന് എനിക്കങ്ങ് ഉറക്കം വരും. അത് നട്ടുച്ച സമയം ഉറക്കം വരും. പിന്നെ അമ്മയുടെ തോളിൽ കുറേ നേരം ഇങ്ങനെ ചാഞ്ഞ് കിടന്നു. ഒന്ന് മയങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ മാസ്ക് വെച്ചേക്കുന്ന വേറൊന്നും കൊണ്ടല്ല. എനിക്കൊന്ന് പനി ആരുടെയെങ്കിലും കൂടെ ഒന്ന് അടുത്തൂടെ ഒന്ന് പോയാൽ മതി, ലെവലേശം ഒന്ന് തട്ടിയാൽ മതി, അപ്പോൾ എനിക്ക് പനി വരും. എന്തോ രോഗപ്രതിരോധ ശേഷി കുറവാണോ എന്തോ, അടുത്തൂടെ പോയാൽ പനി വരും. അതുകൊണ്ടാണ് മാസ്ക് വെച്ചേക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ വീണ്ടും 40 ഡേയ്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ മാറ്റങ്ങൾ ഉണ്ട്. ബാക്കി എല്ലായിടത്തും സ്കിന്നിൽ മുഖത്ത് വന്നേക്കുന്ന എല്ലാം കുറേയൊക്കെ മാറ്റുന്നത്. കഴുത്തിൽ വന്നേക്കുന്നതാണ് നമ്മൾ ഒരുപാട് വിയർക്കും ഇടുങ്ങിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് കഴുത്തിൽ മാറാൻ ഒരുപാട് താമസം എടുക്കുന്നത്. അങ്ങനെ പുറത്തുനിന്ന് മെഡിസിൻ എടുത്ത് നേരെ കൊട്ടാരക്കര സ്റ്റാൻഡ് വന്ന് ബസ്സും കയറി നേരെ വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്.